ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം കാണുവാൻ ദൈവം നമ്മളെ അനുവദിച്ചിരിക്കുകയാണ്, അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ഇന്നത്തെ മോർണിംഗ് മന്നയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് മന്ന ശ്രവിക്കാം, ദൈവത്തിന്റെ ആലോചന കേൾക്കാം. അതിനെ നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് 2025 രണ്ടാമത്തെ മാസത്തിന്റെ അവസാന നാളുകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ 2 മാസം ദൈവം നമ്മളെ അതിശയകരമായി വഴി നടത്തി. പല സംഭവങ്ങൾ ലോകത്ത് നടമാടിയപ്പോഴും ദൈവം നമ്മൾ എത്ര സുരക്ഷിതമായി കാത്തു പരിപാലിക്കുന്നു. ആ ദൈവത്തെ ഓർത്ത്, ആ ദൈവത്തിന്റെ പരിപാലനത്തെയും സുരക്ഷിതത്തെയും ഓർത്ത് നമുക്ക് ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് സമർപ്പണത്തോടെ ഇരിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വിഷയം യേശു സമ്പൂർണ്ണ അനുസരണത്തിന്റെ മാതൃക എന്നുള്ളതാണ്. വളരെ നല്ല ഒരു തലക്കെട്ടാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിന് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിന്റെ 51-ാമത്തെ വാക്യമാണ്. അതിങ്ങനെ വായിക്കുന്നു: പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈ സംഭവം നമുക്കറിയാം. യേശുവിന് ഏതാണ്ട് 12 വയസ്സായിരുന്നപ്പോൾ പെസഹ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ യേശു മാതാപിതാക്കളോടൊത്ത് യെരുശലേമിൽ പോയി. മാതാപിതാക്കൾ മടങ്ങി വരുമ്പോൾ യേശുവിനെ ആൾക്കൂട്ടത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു. യോസഫും മറിയയും 3 ദിവസത്തെ തിരച്ചിലിന്റെ ഒടുവിൽ യേശുവിനെ ദേവാലയത്തിന്റെ അകത്ത് കണ്ടെത്തി. യേശു പണ്ഡിതന്മാരുടെ നടുവിലായിരുന്നുകൊണ്ട് അവരോട് ചോദിക്കുകയും പറയുകയും അവർ പറയുന്നത് കേൾക്കുകയും ഒക്കെ ചെയ്തിരുന്നു. യേശുവിന്റെ സംസാരം കേട്ടവരൊക്കെ യേശുവിന്റെ ജ്ഞാനത്തിൽ അതിശയിച്ചു. പണ്ഡിതരായ പ്രധാനികൾക്ക് ജിജ്ഞാസ ഉണർത്തും വിധം കൃപയോടുകൂടിയാണ് യേശു സംസാരിച്ചത്. അവിടുന്ന് എല്ലാ യുവജനങ്ങൾക്കും ഒരു തികഞ്ഞ മാതൃകയായിരുന്നു. അവിടുന്ന് എല്ലായ്പ്പോഴും പ്രായത്തിന് ആദരവും ബഹുമാനവും പ്രകടിപ്പിച്ചിരുന്നു. യേശുവിന്റെ മതം പരുഷവും വിനയമില്ലാത്തവരുമായി ഒരു കുഞ്ഞിനെയും ഒരിക്കലും നയിക്കുകയില്ല. എത്ര നല്ല മതം! യേശുവിന്റെ മതം എന്ന് പറയുന്നത് ഒരിക്കലും പരുഷമല്ല, ഒരിക്കലും വിനയമില്ലാത്തതല്ല, ഒരു കുഞ്ഞിനെയും ഒരിക്കലും നാശത്തിലേക്ക് നയിക്കുന്നതല്ല. അങ്ങനെ എല്ലാ യുവജനങ്ങൾക്കും മാതൃകയാക്കാൻ പറ്റുന്നതായ ഒരു മാതൃക, ഒരു അനുസരണം ആണ് യേശു ഇവിടെ കാഴ്ചവെച്ചത്. ജോസഫും മറിയും യേശുവിനെ അവിടെ കണ്ട് വിസ്മയിച്ചു. അമ്മ വന്ന് അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചു. നിന്റെ അച്ഛനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. എന്നാൽ യേശു അവരോട് മറുപടി പറഞ്ഞത്, എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. സ്വർഗത്തേക്ക് ചൂണ്ടിയാണ് യേശു അങ്ങനെ സംസാരിച്ചത്. അവിടുന്ന് ഇപ്രകാരം സംസാരിക്കുമ്പോൾ ദിവ്യത്വം മാനുഷികതയിലൂടെ ജ്വലിച്ചു. സ്വർഗത്തിന്റെ വെളിച്ചവും മഹത്വവും യേശുവിന്റെ മുഖത്തെ പ്രകാശിതമാക്കി. യേശു ഇതിനുശേഷം യേശു ഇതെല്ലാം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞത്, എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലോ എന്ന് പറഞ്ഞത് മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചെങ്കിലും അതിനെക്കുറിച്ച് ഒന്നും ഗ്രഹിച്ചില്ല. യേശു ഇതിനുശേഷം വീട്ടിൽ പോയി. അതാണ് നമ്മൾ ആദ്യം വായിച്ചത്. പിന്നെ അവരോട് കൂടെ ഇറങ്ങി നസ്രത്തിൽ ചെന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ കീഴടങ്ങിയിരുന്നപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ച് സംഭവിച്ചതും യേശു പറഞ്ഞതും എല്ലാം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു. പിന്നീട് 18 വർഷക്കാലം തന്റെ പരസ്യ ശുശ്രൂഷയിൽ പ്രവേശിച്ചില്ല. 12-ാമത്തെ വയസ്സിന് ശേഷം അടുത്ത 18 വർഷം മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. ഒരു പരസ്യ ശുശ്രൂഷയിലും താൻ പങ്കെടുത്തില്ല. എന്നാൽ തനിക്ക് ലഭിച്ച എല്ലാ സന്ദർഭങ്ങളെയും മെച്ചമാക്കിക്കൊണ്ട് യേശു തുടരെ മറ്റുള്ളവരെ ശുശ്രൂഷിച്ചു വന്നു. തന്റെ കുട്ടിക്കാലത്ത് പോലും ഇളയവരോടും മുതിർന്നവരോടും ആശ്വാസത്തിന്റെയും ആർദ്രതയുടെയും വാക്കുകൾ സംസാരിച്ചു വന്നു. തന്റെ അമ്മയ്ക്ക് മകന്റെ വാക്കുകളും ഉത്സാഹ മനോഭാവവും മനസ്സോടെയുള്ള അനുസരണവും നന്നായി ബോധ്യപ്പെട്ടിരുന്നു. തന്റെ മകൻ ഇങ്ങനെ അനുസരിക്കുന്നതും ഉത്സാഹത്തോടെയും ആർദ്രതയോടെയും സംസാരിക്കുന്നതും ഒക്കെ അമ്മയ്ക്ക് വളരെ ഇഷ്ടമുണ്ടാക്കി. ക്രിസ്തു മറ്റെല്ലാ കുട്ടികളെയും പോലെ ആയിരുന്നെന്ന് പല എഴുത്തുകാരും പറയുന്നുണ്ടാവാം. പക്ഷേ അത് ശരിയല്ല. ക്രിസ്തു എല്ലാ കുട്ടികളെയും പോലെ ആയിരുന്നില്ല. പല കുട്ടികളും തെറ്റായി നയിക്കപ്പെടുന്നവരും തെറ്റായി കൈകാര്യം ചെയ്യപ്പെടുന്നവരുമാണ്. യേശു ആകട്ടെ തന്റെ ദൗത്യത്തിന്റെ പവിത്ര സ്വഭാവത്തിന് അനുസൃതമായി ഉപദേശിക്കപ്പെട്ടിരുന്നു. നല്ലത് ചെയ്യുവാനുള്ള യേശുവിന്റെ താല്പര്യം മാതാപിതാക്കളെ എന്നും തൃപ്തിപ്പെടുത്തിയിരുന്നു. താൻ അവരോട് ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ സത്യത്തിന്റെ വലിയ മൂലകങ്ങളെ ഉത്സാഹത്തോടെ പഠിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചിരുന്നു. അവിടുത്തെ ആത്മാവിനെ ഇളക്കി മറിക്കുന്ന പ്രകൃതിയെക്കുറിച്ചും പ്രകൃതിയുടെ ദൈവത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ അവരുടെ മനസ്സുകളെ തുറക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ആ യേശുവിൻ്റെ അനുസരണമുള്ള ജീവിതം ഏതൊരു വ്യക്തിക്കും മാതൃകയാക്കാൻ പറ്റുന്നത്, അതായത് നമ്മുടെ തലക്കെട്ട് പറയുന്നത് പോലെ സമ്പൂർണ്ണ അനുസരണത്തിന്റെ മാതൃക, നമുക്കും ആ മാതൃക പിൻപറ്റാം. യേശു നമുക്ക് കാണിച്ചു തന്നതായ മാതൃക ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനിക്കുന്ന നമുക്ക്
പിൻപറ്റാനുള്ള മാതൃക യേശുവിൻ്റെ മാതൃക മാത്രമാണ്. വേറെ ഒരു പാരമ്പര്യവും നമുക്ക് പിൻപറ്റുവാനില്ല. വേറെ ഒരു പാരമ്പര്യവും വേറെ ഒരു മാതൃകയും നമ്മളെ രക്ഷയിലേക്ക് നയിക്കത്തില്ല. അതുകൊണ്ട് യേശു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നതായ അനുസരണത്തിൻ്റെ മാതൃക, സ്നേഹത്തിലുള്ള മാതൃക, ആർദ്രതയുള്ള ഇടപെടൽ, മറ്റുള്ളവരെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതായ സ്വഭാവം, ഇതൊക്കെ നമുക്ക് യേശു കാണിച്ചു തന്നിരിക്കുന്ന മാതൃകയാണ്. നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന സമ്പൂർണമായ അനുസരണത്തിൻ്റെ മാതൃക. അത് പിൻപറ്റുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും നിങ്ങളെ എല്ലാവരെയും അതിലേക്ക് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാം. എനിക്കും യേശുവിൻ്റെ മാതൃക പിൻപറ്റണം. യേശുവിനെ പോലെ ആർദ്രതയോടെ സംസാരിക്കണം. യേശുവിനെ പോലെ സ്നേഹത്തോടെ ഇടപെടണം. യേശുവിനെ പോലെ സ്നേഹത്തിൽ എനിക്ക് അനുസരിക്കുന്ന മാതൃക പിൻപറ്റണം. അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ പ്രിയമുള്ളവരെ. ആ തീരുമാനത്തെ ദൈവം മാനിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. ഇങ്ങനൊരു പ്രഭാതം കൂടി അവിടുന്ന് നിങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ. ഈ പ്രഭാതത്തിൽ കർത്താവെ, അടികളെ ഇതാ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ അനുസരണത്തിൻ്റെ മാതൃക ഞങ്ങൾക്ക് പിൻപറ്റാൻ നൽകിയിരിക്കുന്ന ഏറ്റവും സമ്പൂർണ്ണമായ ഒരു മാതൃകയാണ്. അത് പിൻപറ്റുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ആ മാതൃകയെക്കുറിച്ച് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതുകൊണ്ട് നന്ദി പറയുന്നു. ഞങ്ങളും കർത്താവെ ആ സ്നേഹത്തിൽ, ആർദ്രതയിലും അനുസരണത്തിലും ആ മാതൃക പിൻപറ്റാൻ ഞങ്ങളെ സഹായിക്കണം. അതിനായി ഞങ്ങൾ ഇന്ന് എടുത്തിരിക്കുന്ന തീരുമാനത്തെ കർത്താവ് ബലപ്പെടുത്തി അതിൽ ഞങ്ങളെ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാം നമ്മളാൽ ഞങ്ങൾ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. സകലതും യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ഏവർക്കും ഏറ്റവും നല്ലൊരു ദിവസം നേരുന്നു. ഈ ദിവസത്തിൻ്റെ പ്രഭാതം മുതൽ വൈകുന്നേരം വരെ, പ്രദോഷം വരെ ഏറ്റവും നല്ലതായി തീരട്ടെ. ദൈവ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.